താൽക്കാലിക അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിൽ സംസ്ഥാന സർക്കാരിനോട് ഇടഞ്ഞ് കേരള കത്തോലിക്ക മെത്രാൻ സമിതി. സ്കൂൾ മാനേജർമാരുടെ അധികാരം കവർന്നെടുത്തത് നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റേത് എന്ന് ആരോപണം. ഉത്തരവ് പിൻവലിച്ച് സർക്കാർ അടിയന്തരമായി തിരുത്തണമെന്നും അല്ലാത്തപക്ഷം സഭയ്ക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരുമെന്നും KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കാലാകാലങ്ങളായി വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളിൽ മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകളുമായി കത്തോലിക്ക സഭ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇത്തവണ താൽക്കാലിക അധ്യാപക നിയമനം സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവാണ് മാനേജ്മെന്റുകളെ ചൊടിപ്പിച്ചത്. നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയാക്കണമെന്നും ഇത് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. സ്കൂൾ മാനേജർമാരുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഉത്തരവെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ പറഞ്ഞു. എയ്ഡഡ് സിസ്റ്റത്തിൽ അപ്പോയിന്റിംഗ് അതോറിറ്റി മാനേജ്മെന്റ് ആണ്. ചില ഗവൺമെന്റ് ഓഫീസേഴ്സ്, അതും ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടാണെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ പുതിയ പുതിയ ഓർഡറുകൾ അതിനെതിരായിട്ട് ഇറക്കുന്നുണ്ട്. അതേസമയം തന്നെ ഗവൺമെന്റ് +1 +2 അപ്പോയിന്റ്മെന്റ് ബോർഡ് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ടുള്ള ഓർഡർ ഇറക്കിയിട്ടുമുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർഡർ ഇറക്കിയിട്ട് ഈ മേഖലയിൽ പ്രശ്നമാണ് എന്നുള്ള രീതിയിലോട്ട് മുന്നോട്ട് വരുന്നത് സത്യത്തിൽ ഭൂഷണമല്ല. 1970 മുതൽ നടത്തിവരുന്ന നിയമന രീതിക്ക് എന്താണ് കുഴപ്പമെന്നാണ് KCBCയുടെ ചോദ്യം. സർക്കാർ അടിയന്തരമായി തിരുത്തണം, അല്ലാത്തപക്ഷം മാനേജ്മെന്റുകൾ മറ്റു വഴികൾ തേടുമെന്നും KCBC വിദ്യാഭ്യാസ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. ഗവൺമെന്റ് നമ്മളുടെ മാനേജ്മെന്റ് അപ്പോയിന്റിംഗ് അതോറിറ്റി മാറ്റുന്നതിനോട് KCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ ഒരിക്കലും യോജിക്കുന്നില്ല. അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ഇത് ഗവൺമെന്റിനെ അറിയിക്കുക, ഗവൺമെന്റിനെ അറിയിച്ചതിന് ശേഷം അതിന് നടപടിയെങ്കിൽ ഞങ്ങളുടേതായ രീതിയിൽ പ്രതിഷേധം പല രീതിയിൽ അറിയിക്കുക. അതും ആയില്ലെങ്കിൽ നമ്മളുടെ നീതിന്യായ കോടതിയെ സമീപിക്കുക. സമാന പ്രതിസന്ധി നേരിടുന്ന NSS അടക്കം ഇതര സമുദായ മാനേജ്മെന്റുകളുമായി കൂടിയാലോചിച്ച് പൊതുനിലപാട് സ്വീകരിക്കുമെന്നും കത്തോലിക്ക മെത്രാൻ സമിതി അറിയിച്ചു. ഇതിനായി കേരള കത്തോലിക്ക സഭയിലെ സ്കൂൾ മാനേജർമാരുടെ വിപുലമായ യോഗം ഈ മാസം 31 ചേരും. ബിഷപ്പുമാർ അടക്കം യോഗത്തിൽ പങ്കെടുക്കും. ന്യൂസ് മലയാളം, കൊച്ചി.